രണ്ട് സൂറത്ത് ഓതാം. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. നബിതങ്ങളും സഹാബാക്കളും ചെയ്യാത്തത് ചെയ്യാൻ പാടില്ല, ഖുർആനിലും ഹദീസിലും ഇല്ലാത്തത് ചെയ്യാൻ പാടില്ല. ശിർക്കും ബിദ്അത്താണെങ്കിൽ ആദ്യം ബിദ്അത്താവേണ്ടത് ഈ സഹാബിയാണ്. സഹാബി ബിദ്അത്ത് ചെയ്തെങ്കിൽ നമ്മളും ബിദ്അത്തുകാരാണ്, ഒരു കുഴപ്പമില്ല, നമ്മൾക്കതിന് വിഷമമില്ല. ഞാൻ പറയട്ടെ, സഹാബാക്കൾക്ക് ടെൻഷനായി, പ്രശ്നമായി, ഒരു റക്അത്തിൽ 2 സൂറത്തോ, ഇത് നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലല്ലോ, ഇത് ഖുർആനിലില്ലല്ലോ, ഇത് ഹദീസിലില്ലല്ലോ, നിങ്ങൾക്ക് എവിടെ ഇത് കിട്ടിയത്? നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തൂല, ഞാൻ വേണമെങ്കിൽ ഇമാമ മാറിക്കോളാം, ഞാനിത് നിർത്തൂല, ഞാൻ എല്ലാ റക്അത്തിലും 2 സൂറത്ത് ഓതും. നാട്ടുകാര് പ്രശ്നം ഉണ്ടാക്കി. നേരെ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങൾ ഇമാം ശരിയാവൂല നബിയെ. എല്ലാ സൂറത്തിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നുണ്ട്, എല്ലാ നിസ്കാരത്തിലും 2 സൂറത്ത് ഓതുന്നുണ്ട് നബിയെ. നബി തങ്ങൾ ചോദിച്ചു, ആണോ?